സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും കൊച്ചിയിൽ അഭിഭാഷകരും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും തമ്മിൽ വീണ്ടും സംഘർഷാവസ്ഥ. എറണാകുളം മഹാരാജാസ് കോളേജിലേക്ക് അഭിഭാഷകർ ബിയർ കുപ്പിയും കല്ലുകളും വലിച്ചെറിഞ്ഞതായി പരാതി. ഇന്നലെ രാത്രി വിദ്യാർത്ഥികളെ ആക്രമിച്ചതിന് പിന്നാലെയാണ് സംഭവം. ജില്ലാ കോടതി വളപ്പിൽ നിന്നുമാണ് കോളേജിലേക്ക് കല്ലും കുപ്പികളും വലിച്ചെറിഞ്ഞത്. സ്ഥലത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ നടന്ന സംഭവത്തിൽ സംഘർഷത്തിൽ 16 വിദ്യാർത്ഥികൾക്കും 8 അഭിഭാഷകർക്കും പരിക്കേറ്റിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണോ? കാരണം അല്പസമയം മുൻപ് ഈ അഭിഭാഷകരുടെ പ്രതിഷേധ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന് തൊട്ടു പിന്നാലെയാണോ, അതിന്റെ ഭാഗമായിട്ടാണോ ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ വീണ്ടും നടന്നത്? പ്രതിഷേധ പ്രകടനങ്ങൾ തുടങ്ങുന്നതിന് മുൻപാണ് ഈ കോളേജ് വളപ്പിലേക്ക്, കോളേജ് ക്ലാസ് മുറികളുള്ള ഭാഗത്തേക്ക് കുപ്പിയും അതോടൊപ്പം തന്നെ കല്ലും വലിച്ചെറിഞ്ഞതായി വിദ്യാർത്ഥികൾ പറയുന്നത്. ഇത് അവർ ബാർ അസോസിയേഷൻ്റെ ആ ഹാളിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് വന്നത്. ഇന്നലെ ഈ വിഷയങ്ങളുണ്ടായി, ഇന്നലെ സംഘർഷം ഉണ്ടായ സ്ഥലത്തു നിന്നാണ് ഇത് ഇങ്ങോട്ട് വന്നത്. അഭിഭാഷകരാണ് ഇത് വലിച്ചെറിഞ്ഞതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതായാലും അത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന, പരീക്ഷകൾ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ കുപ്പിയും കല്ലും എല്ലാം വന്ന് വീണത്. ഇതേ തുടർന്ന് അതിനുശേഷം അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധ റാലി ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് അത് സമാപിക്കുകയും ചെയ്തിട്ടുണ്ട്. റാലി നടക്കുകയായിരുന്നു. ഇതിനകത്ത്, ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് സ്വാഭാവികമായ SFI ആണ് അതിന് മുന്നിൽ നിന്നത്. ഇവർ പറയുന്നത് യാതൊരു രീതിയിലുള്ളൊരു പ്രകോപനവും കഴിഞ്ഞ ദിവസങ്ങളിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അത്തരം രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അഭിഭാഷകർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ, അവിടെ ചെന്ന വിദ്യാർത്ഥികളെ അടക്കം ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അക്രമ സംഭവങ്ങളിൽ തന്നെ 16ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. 8 അഭിഭാഷകർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും പരിക്കേറ്റവരിൽ പെടുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായ സംഭവം പുലർച്ചെ വരെ നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ എത്തിയ അഭിഭാഷകരും പിന്നീട് അവിടെ അവർ ജനറൽ ബോഡി യോഗം അടക്കം ചേരുകയും ചെയ്തു വളരെ അടിയന്തരമായിട്ട്. അതിനുശേഷം ഈ പ്രതിഷേധ പരിപാടികൾ ഇത് തുടരുക. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അവിടെ എത്തിയ വിദ്യാർത്ഥികൾ അവർ അതിക്രമിച്ച് കയറിയതാണ്. അതൊരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് തങ്ങളുടെ അസോസിയേഷൻ പരിപാടി നടക്കുന്ന തങ്ങളുടെ വളപ്പിനകത്തേക്ക് ഇവർ എത്തുകയായിരുന്നു. പിന്നീട് ഇവർ ഒരു അക്രമ സ്വഭാവം കാണിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവർക്കെതിരെ കൃത്യമായ നടപടികൾ വേണമെന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ അതേസമയം തന്നെ വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങളുടെ നേർക്ക് അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കും വിദ്യാർത്ഥികളുടെ അവർ പഠിക്കുന്ന ക്ലാസ് മുറിക്ക് സമീപമെല്ലാം തന്നെ കുപ്പിയും മറ്റും വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെ പൊതുവിൽ ഇവിടെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പുറത്ത് പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിൽ വിഷയങ്ങളൊന്നുമില്ലാതെ, സംഘർഷാവസ്ഥയും അങ്ങനെ അത്രയും കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് മഹാരാജസും അതും കടന്നു പോകുന്നിരുന്നത്. പക്ഷേ ഇന്നലത്തെ ഒരു സംഭവം ഈ രീതിയിലേക്ക് വലിയ രീതിയിൽ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം എത്തിയിരിക്കുന്നു എന്നതാണ്. കാരണം ഈ രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് പോലീസ് സാന്നിധ്യത്തോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കലാലയം ഇന്ന് മഹാരാജസിന് ഇന്നു മുതൽ മധ്യവേനൽ അവധിയിലേക്ക് അടക്കം പ്രവേശിക്കുകയാണ്. ഒരു അധ്യയന വർഷം പൂർത്തിയാവുകയാണ്. അങ്ങനെ പലതുകൊണ്ടും വിദ്യാർത്ഥികൾ ഇവിടെ ഇന്ന് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. സംഘർഷാവസ്ഥയ്ക്ക് ഒരയവ് വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു കുറവ് ഈ ഭാഗത്തുണ്ട്. അതോടൊപ്പം ഇന്ന് പലരും നേരത്തെ തന്നെ ഈ ക്യാമ്പസും വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ മുതൽ ഇക്കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘർഷം സാധിച്ചത്. ഇതുവരെയും നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കിയെന്നാണ് അഭിഭാഷകർ പറയുന്നത്. അതേസമയം അഭിഭാഷകർ മദ്യപിച്ച് വിദ്യാർത്ഥികളെ ആക്രമിച്ചെന്ന് SFIയും ആരോപിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഈ 2 കൂട്ടരും ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അവിടെ പോലീസ് നൽകുന്ന വിവരം എന്താണ് അവിടെ സംഭവിച്ചത്? പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്?
പോലീസ് അതിൻ്റെ ഒരു നടപടി ഇതുവരെ കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം പോലീസ് നീങ്ങിയിട്ടില്ല. നമുക്കൊപ്പം SFI ജില്ലാ ഭാരവാഹി ആശിഷ് കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? ഇന്നലെ അഭിഭാഷകരുടെ ഒരു വാദം എന്ന് പറയുന്നത് അവിടേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു, നിങ്ങളൊരു മനഃപൂർവ്വം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കല്ലും കുപ്പിയും എറിഞ്ഞതായെല്ലാം തന്നെ പറയുന്നുണ്ട്. എന്താണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുള്ളൊരു വിശദീകരണം എങ്ങനെയാണ്? യാതൊരു തരത്തിലുമുള്ള സംഘർഷാവസ്ഥ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അവിടെയുള്ള അഭിഭാഷകരും തമ്മിൽ ഇതിനു മുൻപ് നിലനിന്നിരുന്നില്ല. ഇന്നലെ അവിടെ ബാർ കൗൺസിലിന്റെ ഒരു പരിപാടി നടക്കുന്ന നിലയുണ്ടായിരുന്നു. ഈ ക്യാമ്പസിനകത്ത് ഇന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് നടക്കാനിരുന്ന ഒരു യൂണിയൻ പരിപാടിയുടെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിലുണ്ടായിരുന്നു. ഈ ക്യാമ്പസിലെ 4 വിദ്യാർത്ഥികളെ അവരുടെ രാഷ്ട്രീയം SFI എന്നുള്ളതല്ല മുഴുവൻ ആളുകളുടെയും. അത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ തുടർച്ചയിൽ പറയാം. 4 വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് ഏകപക്ഷീയമായി ആക്രമിക്കുന്ന നിലയാണ് ഇന്നലെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ വിദ്യാർത്ഥികൾ അക്രമം ഏറ്റുവാങ്ങി ജീവൻ രക്ഷാർത്ഥം ഓടി ഈ ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നും പുറത്തേക്ക് എത്തിയ വിദ്യാർത്ഥികൾ ഏതാണ്ട് 15ഓളം വരുന്ന വിദ്യാർത്ഥികളെ 40ഉം 50ഉം വയസ്സ് പ്രായമുള്ള ആളുകൾ അരയിൽ കെട്ടിയിരുന്ന ബെൽറ്റൂരി അടിക്കുന്ന നില, കയ്യിലുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ വെച്ച് തലയടിച്ച് പൊട്ടിക്കുന്ന നില. SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് സഖാവ് ആദിൽ ഏതാണ്ട് 10ഓളം സ്റ്റിച്ചുകൾ ആ സഖാവിൻ്റെ തലയിലുണ്ട്. ആ സഖാവ് ചികിത്സയിലാണ്. 9 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അതിനകത്ത് 3 ആളുകളുടെ തല പൊട്ടുന്ന നിലയുണ്ടായി. ഒരാളുടെ തോളലിന് പരിക്കേൽക്കുന്ന നിലയുണ്ടായി. ഒരാളുടെ എല്ലിന് പൊട്ടലുണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ തിരഞ്ഞു പിടിച്ച് വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് മദ്യാസക്തിയിലാണ് വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ഇന്നതിൻ്റെ തുടർച്ചയിലാണ് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയും തീർത്തും സമാധാനപരമായി മുന്നോട്ട് പോയ ഈ ക്യാമ്പസിൻ്റെ അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നടന്ന ഒരു ജനറൽ കൗൺസിൽ ബാർ കൗൺസിലിൻ്റെ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജനറൽ കൗൺസിലിന് ശേഷം പുറത്തേക്കിറങ്ങി ഒരുപറ്റം അഭിഭാഷകർ, എല്ലാവരും എന്ന് നമ്മൾ പറയുന്നില്ല, ഒരുപറ്റം അഭിഭാഷകർ ബിയർ ബോട്ടിൽ, കമ്പിവടി, കല്ല് അടക്കമുള്ള സാധനങ്ങൾ ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ വലിച്ചെറിയുക. ക്ലാസ് മുറിയിലിരുന്ന വിദ്യാർത്ഥിയുടെ ഒരു പെൺകുട്ടിയുടെ അടക്കം ദേഹത്തത് വന്ന് പതിക്കുന്ന നിലയുണ്ടായി. അധ്യാപകന്റെ തലയിൽ കല്ല് വന്ന് കൊള്ളുന്ന നിലയുണ്ടായി. അത് നിങ്ങൾ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മതിൽക്കെട്ടിനടുത്തേക്ക് ചെന്ന അധ്യാപകനെ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് നിയമം സംരക്ഷിക്കേണ്ട അഭിഭാഷകർ വിളിച്ചത്. ഇതിനകത്ത് അഭിഭാഷക സമൂഹത്തിനാകെ നാണക്കേടാകുന്ന വിധത്തിൽ അവിടെ നിന്നും ചില ആളുകൾ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മഹാരാജാസിനെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വിദ്യാർത്ഥി സംഘടനയ്ക്കുണ്ട്, SFIക്കുണ്ട്. ആ സംരക്ഷണം SFI തീർക്കും. എങ്ങനെയാണോ ഇങ്ങോട്ട് ആക്രമിക്കുന്നത് അതേ നിലയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഘട്ടത്തിൽ SFI തയ്യാറായേ മതിയാകൂ എന്നുള്ളതാണ് ഈ സാഹചര്യം. ടോം അദ്ദേഹം വിശദീകരിക്കുന്നു. കാരണം ഇത് വലിയ രീതിയിൽ തന്നെ ഒരു മഹാരാജാസിന് നേരെ തന്നെ ഉണ്ടായ ഒരു അക്രമ സംഭവമായിട്ട് തന്നെ കാണുന്നു. അതിൽ SFI മുൻനിരയിൽ തന്നെയുണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ വിഷയങ്ങൾ വലിയ രീതിയിലേക്ക് പോകാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. കാരണം അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് നേരത്തെയും പ്രതിഷേധ പ്രകടനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കെതിരെ തന്നെയും പ്രതിഷേധം പിന്നീട് ഒടുവിൽ മാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിരിക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, മഹാരാജാസും തൊട്ടടുത്ത അഭിഭാഷക സംഘടനയും എല്ലാം തന്നെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ടോം, ഡാനി, കാരണം ഇത് അഭിഭാഷകർ ഈ വിദ്യാർത്ഥികൾ പറയുന്നതനുസരിച്ച് അഭിഭാഷകരുടെ ഗുണ്ടായിസമാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് മാധ്യമപ്രവർത്തകരെ പോലും ഇതേപോലെ വേട്ടയാടിയിട്ടുള്ളവരാണ് കൊച്ചിയിലെ അഭിഭാഷകര്. അങ്ങനെ തന്നെ ഇതിനെ കാണേണ്ടതല്ലേ? കാരണം ഈ പറയുന്ന 10-20 വയസ്സുള്ള കുട്ടികളെ സംഘം ചേർന്ന് ആക്രമിക്കുക, ബെൽറ്റൂരി വരെ ആക്രമിച്ചു എന്നാണല്ലോ പറയുന്നത്. അത് മാത്രമല്ല, അതിന് ശേഷം പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി ബിയർ കുപ്പികളും മറ്റും ഒരു ക്യാമ്പസിലേക്ക് വലിച്ചെറിയുന്ന രീതിയിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു. പോലീസ് ഈ വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതല്ല? ഈ അക്രമത്തിന് നേതൃത്വം നൽകിയവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ആ രീതിയിലുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുമോ? ടോം, ഇതുവരെയും പോലീസ് ഈ അക്രമ സംഭവങ്ങളിൽ യഥാർത്ഥ ഉത്തരവാദികൾ ആരെന്ന രീതിയിലേക്ക് തെരയുന്ന രീതിയിലേക്ക് പോലീസ് മാറിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും പേർ 16ഓളം വിദ്യാർത്ഥികൾ പരിക്ക് പറ്റി ആശുപത്രിയിലുണ്ട്. അതോളം 8ഓളം അഭിഭാഷകർ ആശുപത്രിയിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന രീതിയിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. ആരുടെയും പേരിലൊരു നടപടിയോ മറ്റോ കാര്യങ്ങളോ അതിലേക്ക് മുന്നോട്ട് പോയിട്ടുമില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്കും ഈ സംഭവങ്ങളുടെ ഒരു
ഒരു ആവർത്തനം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നിരിക്കുകയും ചെയ്യുന്നു. ക്യാമ്പസിനകത്തേക്ക് ഒരു കോടതി വളപ്പിനകത്ത് നിന്ന് കല്ലേറുണ്ടാകുന്നു എന്നത് അത്ര കണ്ട് ലഘുവായി നിസ്സാരമായി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഒരു കോടതി വളപ്പിനകത്ത് നിന്നാണ് വിദ്യാർത്ഥികളുള്ള ഒരു ക്യാമ്പസിനകത്തേക്ക് കല്ലും കുപ്പിയും എല്ലാം തന്നെ വലിച്ചെറിയുന്നത്. ഇവിടെ അധ്യയനം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില പരീക്ഷകളുടെ ഒരു അവസാന ഘട്ടത്തിലായിരുന്നു. ഇവിടേക്കാണ് ഈ രീതിയിലേക്ക് കല്ലും കുപ്പിയും എല്ലാം വലിച്ചെറിഞ്ഞതായിട്ട് വിദ്യാർത്ഥികൾ പറയുകയും ചെയ്യുന്നത്. അത് അവർ പറയുന്ന അവരുടെ ഒരു ആരോപണങ്ങൾ അത് ശരിയെങ്കിൽ അതിന് ചില ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയെങ്കിൽ കൃത്യമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്നലെ ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ളൊരു വാദം അവർ പറയുന്നത് അതിനകത്തേക്ക് അവരുടെ മാത്രമായ ഒരിടത്തേക്കാണ് വിദ്യാർത്ഥികൾ വന്നത്. അതിനകത്ത് നിന്ന് ചില രീതിയിൽ വിദ്യാർത്ഥികൾ മോശമായിട്ട് പെരുമാറുന്നു എന്നതെല്ലാം തന്നെ പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും നിശ്ചയമായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോവുക ഒട്ടും തന്നെ അത് ആശാസ്യമാവില്ല. അതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളും നടപടികളും എല്ലാം തന്നെ വേണ്ടതാണ്. ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്ന രീതിയിലേക്ക് കൃത്യമായ ഒരു അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതാണ്. ഏതായാലും ആ രീതിയിലേക്ക് പോലീസ് വൈകാതെ നീങ്ങും എന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ടോം, ഡാനി ഇവിടെ SFIയുടെ ഒരു നിലപാട് എന്താണ്? കാരണം ഒരു വശത്ത് അഭിഭാഷകരുടെ പ്രതിഷേധം നടന്നു. SFI ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ടോ? കാരണം പോലീസ് അവിടെ സ്ഥലത്ത് വലിയൊരു പോലീസ് സന്നാഹം തന്നെയുണ്ട്. ഒരുപക്ഷെ SFIയും പ്രതിഷേധിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാം, വലിയ ക്രമസമാധാന പ്രശ്നമായി മാറാം. മാത്രമല്ല മഹാരാജാസ് കോളേജും കോടതിയും തൊട്ട് അടുത്തടുത്തുള്ള ആണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക്, വലിയ അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയില്ലേ? മുഴുവൻ സാധ്യതയുമുണ്ട് കേട്ടോ. കാരണം നേരത്തെ ആശിഷ ജില്ലാ പ്രസിഡന്റാണ്, അദ്ദേഹം വിശദീകരിച്ച് വളരെ കൃത്യമായിട്ട് തന്നെയാണ് SFIയുടെ സംഘടന നിലപാട് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. ഇതിൽ കൃത്യമായി മഹാരാജാസിന് മുന്നിൽ ഒരു കവചം തീർക്കാൻ, വിദ്യാർത്ഥികൾക്ക് ഒരു കവചം തീർക്കാൻ SFI മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ തുടരുകയാണെങ്കിൽ അതിന് അങ്ങനെ തന്നെ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംഘടനയ്ക്കടക്കം നീങ്ങേണ്ടി വരുന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിന് കാരണം വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ഒരു പ്രതിഷേധമാണ്. ഒരു SFI പ്രവർത്തകരാണ് കൂടുതലും ഇരയായി മാറിയിട്ടുണ്ടെങ്കിലും അത് മഹാരാജാസിലെ വിദ്യാർത്ഥികളാണ്. മഹാരാജാസിന് നേർക്ക് തന്നെയാണ് ആസൂത്രിതമായ രീതിയിൽ ഈ ഒരു അധിക്ഷേപവും അക്രമവും എല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും മഹാരാജാസിൻ്റെ യൂണിയൻ പ്രവർത്തനങ്ങൾക്കടക്കം ചുക്കാൻ പിടിക്കുന്ന SFIക്ക് തന്നെ ഇതിൻ്റെ മുന്നിലേക്ക് പ്രതിരോധത്തിന് കടന്നു നിൽക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ വളർത്തിയെടുക്കുന്നത് അതത്ര നന്നാവില്ല എന്ന് ആശിഷ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ലഘൂകരിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു അവധിയിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് അത് വിദ്യാർത്ഥികളുടെ ഒരു സാന്നിധ്യവും സാഹചര്യവും ഒന്നും മഹാരാഷ്ട്രയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുകയില്ല. കോടതിയും ഏതാണ്ട് അവധി ദിനങ്ങളിലേക്കടക്കം പോവുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ ഒരു സമയം അത് ഈ ചർച്ചകളിലൂടെയെങ്കിലും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പൂർവാധികം ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു മതിലിൻ്റെ അതിരിടുന്നതാണ് കോടതിയും മഹാരാജാസും എന്ന് പറയുന്നത്. അത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ അത് പ്രതിഫലിക്കും എന്നതാണ് അറിയേണ്ടത്. പോലീസും കൃത്യമായി ഇടപെടേണ്ടതാണ്. ഇതിൽ മധ്യസ്ഥ ചർച്ചകളടക്കം നടന്നില്ലെങ്കിൽ ഈ പ്രശ്നം അതീവ ഗുരുതരമാകുമെന്നതിൽ സംശയമൊന്നുമില്ല. ടോം, തീർച്ചയായും ഇവിടെ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. കാരണം അഭിഭാഷകർ ഇതിനു മുൻപ് പോലീസിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരുമായി സംഘർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ, ഒരു കോളേജിലെ ക്യാമ്പസിന് നേരെ ബിയർ കുപ്പി എറിയുക, കല്ലെറിയുന്ന അത്തരം നടപടികൾ ഉണ്ടാകുന്നു. പലപ്പോഴും ഇനി ഒരുപക്ഷെ നടപടി ഉണ്ടായാൽ പോലും പോലീസ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ, അഭിഭാഷകർക്ക് നടപടി സ്വീകരിച്ചാൽ പോലും അവർ ഇനി ഇതിന് പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ കണ്ടെത്താം. ഒരുപക്ഷെ പോലീസ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതെന്നതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വരെയും വഴിവെച്ചേക്കാം.